സുപ്രഭാതം. നമ്മൾ ഇന്ന് ഋഗ്വേദത്തിലെ 12ാമത്തെ ഋക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ദ്രസൂക്തത്തിലെ 12ാമത്തെ ഋക്ക് യസ് സപ്തരശ്മിർ വൃഷഭസ്തു വിഷ്മാനവാസൃജൽ സർത്തവേ സപ്ത സിന്ധൂൻ യോ രൗഹിണമസ്ഫുരദ്വജ്രബാഹുർദ്യാമാരോഹന്തം സജനാസ ഇന്ദ്ര. ഇതാണ് 12ാമത്തെ ഋക്ക്. യഃ സപ്തരശ്മിർ വൃഷഭസ്തു വിഷ്മാനവാസൃജൽ സർത്തവേ സപ്ത സിന്ധൂൻ യോ രൗഹിണമസ്ഫുരദ്വജ്രബാഹുർദ്യാമാരോഹന്തം സജനാസ ഇന്ദ്ര എന്ന് ഋക്ക്. ഇനി നമുക്ക് പദച്ഛേദത്തിലേക്ക് നോക്കാം. യഃ സപ്തരശ്മി വൃഷഭ തുവിഷ്മാൻ അവ അസൃജൽ സർത്തവേ സപ്ത സിന്ധൂൻ യഃ രൗഹിണം അസ്ഫുരത് വജ്രബാഹു ദ്യാം ആരോഹന്തം സ ജനാസ ഇന്ദ്ര എന്ന് പദച്ഛേദം. യഃ സപ്തരശ്മി വൃഷഭ തുവിഷ്മാൻ അവ അസൃജൽ സർത്തവേ സപ്ത സിന്ധൂൻ യഃ രൗഹിണം അസ്ഫുരൽ വജ്രബാഹു ദ്യാം ആരോഹന്തം സ ജനാസ ഇന്ദ്ര എന്ന് പദച്ഛേദം. അപ്പോ പദച്ഛേദത്തില് ഈ അവ അസൃജൽ എന്നുള്ള സ്ഥലത്ത് പ്രശ്ലേഷം ഇടണം. വജ്രബാഹു എന്നുള്ള സ്ഥലത്തും നിങ്ങൾ പ്രശ്ലേഷം ഇടണം. ഇനി അതിന്റെ അന്വയത്തിലേക്ക് പ്രവേശിക്കാം. അന്വയ ഹേ ജനാസ യഃ സപ്തരശ്മി വൃഷഭ തുവിഷ്മാൻ സപ്ത സിന്ധൂൻ സർത്തവേ അവ അസൃജൽ യഃ വജ്രബാഹു ദ്യാം ആരോഹന്തം രൗഹിണം അസ്ഫുരൽ സ ഇന്ദ്ര. അന്വയം ഒന്നും കൂടെ നോക്കാം. ഹേ ജനാസ യഃ സപ്തരശ്മി വൃഷഭ തുവിഷ്മാൻ സപ്ത സിന്ധൂൻ സർത്തവേ അവ അസൃജൽ യഃ വജ്രബാഹു ദ്യാം ആരോഹന്തം രൗഹിണം അസ്ഫുരൽ സ ഇന്ദ്ര നാഹം എന്നാണ് അന്വയം വരുന്നത്. അപ്പൊ ഇവിടെ അസൃജൽ എന്നും അസ്ഫുരൽ എന്നും രണ്ട് ക്രിയാരൂപങ്ങളുണ്ട്. അവിടെ എന്തൊക്കെയാണ് അർത്ഥങ്ങൾ വരുന്നത് എന്നൊന്ന് നോക്കാം. ഹേ ജനാസ, ഹേ അസുരജനാ, യഃ സപ്തരശ്മി. സപ്തരശ്മി എന്ന വാക്കിന് സപ്തസംഖ്യാകാ രശ്മയ. രശ്മി എന്ന് പറഞ്ഞ ഇവിടെ പർജന്യം എന്നാണ് അർത്ഥം. പർജന്യം എന്ന് പറഞ്ഞ മേഘം. അപ്പോ ഇവിടെ മേഘം എന്നാണ് ഈ വാക്കിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 7 തരത്തിലുള്ള മേഘങ്ങൾ ആർക്കാണോ ഉള്ളത് അങ്ങനെയുള്ളവൻ, അതാണ് ഇന്ദ്രൻ. 7 പ്രകാരത്തിലുള്ള മേഘങ്ങൾ. നിങ്ങൾ മേഘദൂതം പഠിച്ചപ്പോ പുഷ്കലാവർത്തകാനാം വംശേ ജാതം ഭുവന വിദിതം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ മേഘങ്ങൾക്ക് വംശങ്ങളും ഒക്കെ അമരകോശത്തിൽ പറയുന്നുണ്ട്. അപ്പോ അതിൽ 7 പ്രകാരത്തിലുള്ള മേഘങ്ങൾ ആർക്കാണോ അധീനമായിട്ടുള്ളത് അങ്ങനെയുള്ളവൻ, അതാണ് സപ്തരശ്മി എന്ന വാക്കിനർത്ഥം. സപ്തരശ്മി വൃഷഭ എന്ന വാക്കിന് വൃദ്ധിമാൻ, വർഷക, വർഷക എന്നർത്ഥം പറയാട്ടോ വൃഷഭ എന്നുള്ള വാക്കിന്. തുവിഷ്മാൻ എന്ന വാക്കാണ് വൃദ്ധിമാൻ എന്നർത്ഥം പറയുന്നത്. അതുപോലെ സപ്ത സിന്ധൂൻ, ഇവിടെ സപ്ത എന്ന വാക്കിന് സർപ്പണ സ്വഭാവ എന്നാണ്. അപ്പോ 2 ദിക്കില് സപ്ത എന്ന വാക്ക് വരുന്നുണ്ടെങ്കിലും രണ്ടിനും 2 അർത്ഥാണ്. ഒന്ന് സംഖ്യയെ സൂചിപ്പിക്കുന്നു, ഒന്ന്
ഒഴുകുന്ന സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. സർപ്പണ സ്വഭാവ അപ, അപ എന്ന് പറഞ്ഞാല് ജലം. ആ ജലത്തെ, അതായത് ഗംഗാ മുതലായ നദികളെ സർത്തവേ, സർത്തവേ എന്ന് പറഞ്ഞാലോ സരണായ, ഒഴുക്കുന്നതിനായി അവ അസൃജൽ, സരണായ അസൃജൽ യഹ് വജ്രബാഹു, ആരാണോ വജ്രബാഹുവായി, അതായത് വജ്രായുധനായിട്ട് ദ്യാമാരോഹന്തം രൗഹിണം അസ്ഫുരൽ, ആകാശത്തേക്ക് കയറിപ്പോകുന്ന രൗഹിണൻ എന്നു പേരായ അസുരനെ ആരാണോ അസ്ഫുരൽ ജഘാന, ആരാണോ വധിച്ചത്, സ ഇന്ദ്ര നാഹം, അങ്ങനെയുള്ളവനാണ് ഇന്ദ്രൻ, ഞാനല്ല. അപ്പോ 7 പ്രകാരത്തിലുള്ള മേഘങ്ങൾ അധീനനായിട്ടുള്ളവനും വർഷകനും വൃദ്ധിമാനും നദികളെ ഒഴുക്കുവാൻ പ്രേരിപ്പിക്കുന്നവനും വജ്രായുധനുമായിട്ട് ആകാശത്തേക്ക് കയറിപ്പോകുന്ന രൗഹിണൻ എന്നു പേരായ അസുരനെ പിടിച്ച് വധിച്ചതാരാണോ അങ്ങനെയുള്ളവനാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രൻ എത്ര വീരശൂര പരാക്രമിയാണ് നോക്കൂ. നിരവധി അസുരന്മാരെ, ശംബരൻ, വലൻ, അല്ലെ, വൃത്രൻ, എത്രയോ അസുരന്മാരെ വധിച്ചവനാണ് ഇന്ദ്രൻ. അച്യുത് എന്നൊക്കെ ഇന്ദ്രന് വിശേഷണങ്ങളുണ്ട്. അപ്പം ഇന്ദ്രന്റെ ഓരോരോ വിശേഷണങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. സപ്തരശ്മി, വൃഷഭ, തുവിഷ്മാൻ, ഇതൊക്കെ ഇന്ദ്രനുള്ള വിശേഷണങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങളോട് കൂടിയവനാണ് ഇന്ദ്രൻ എന്ന് സൂചിപ്പിക്കുകയാണ് ഈ മന്ത്രത്തിൽ ചെയ്യുന്നത്. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ഒന്ന് പറയാം. ഏവൻ 7 പർജന്യങ്ങളോട് കൂടിയവനും. ആ 7 പർജന്യങ്ങൾ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വർഷകനും വൃദ്ധിമാനുമായി ഒഴുകുന്ന ജലങ്ങളെ ഉണ്ടാക്കിയോ, ഏവൻ വജ്രം കയ്യിലേന്തി ദ്യോവിലേക്ക് കയറി വരുന്ന രൗഹിണൻ എന്ന അസുരനെ കൊന്നുവോ, ആ ഇന്ദ്രൻ ഞാനല്ല. അപ്പൊ ആ 7 പർജന്യങ്ങൾ വരാഹു, സ്വതപസ്, വിദ്യുത്ത്, മഹസ്, ധൂപി, ശ്വാപി, ഗൃഹമേധസ് എന്നിങ്ങനെയാണ് ഈ 7 പർജന്യങ്ങൾ വരുന്നത്. ആ 7 പർജന്യങ്ങളോട് കൂടിയവനും വർഷകനും വൃദ്ധിമാനുമായി ഒഴുകുന്ന ജലങ്ങളെ, അതായത് ഗംഗാ മുതലായ നദികളെ ആരാണോ ഉണ്ടാക്കിയത്, 7 നദികളെ, അവിടെയും 7 എന്നുള്ള വാക്കിന് പ്രാധാന്യമുണ്ട്. ഏവൻ വജ്രം കയ്യിലേന്തി ദ്യോവിലേക്ക് കയറി വരുന്ന രൗഹിണൻ എന്ന അസുരനെ വധിച്ചുവോ, ആ ഇന്ദ്രൻ ഞാനല്ല എന്നാണ് ഈ മന്ത്രത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാതും നോട്ടിലേക്ക് പകർത്തി എഴുതും.